ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1 ലേഖനത്തിലെ 4 അധ്യായത്തിൽ നമ്മൾ കേൾക്കുകയാണ്. പൗരോഹിത്യ ശ്രേഷ്ഠതയെക്കുറിച്ചും നല്ല ഉപദേശം നൽകുമ്പോൾ പറയുന്നു, സഭാശ്രേഷ്ഠരിൽ നിന്ന് കൈവയ്പ് വഴിയായി നിനക്ക് ലഭിച്ച കൃപാവരത്തിന് ഒരു ക്ഷീണവും സംഭവിപ്പിക്കാൻ പറ്റാത്തവണ്ണം നിന്റെ ശുശ്രൂഷകൾ തുടരട്ടെ എന്ന്. ദിവസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട വളരെ ബഹുമാന്യനായ ജോളിയച്ചൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വിശ്വാസികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ആഴമായ വിധത്തിൽ ഓട്ടപ്പാച്ചിൽ നടത്തിയിരുന്ന ഒരു പ്രിയ വൈദികൻ കടന്നു പോകുന്നു. സിറോ മലബാർ സഭയിലെ വലിയ ശ്രേഷ്ഠ മെത്രാനായിരുന്ന തൂങ്കുഴി പിതാവ് കടന്നു പോകുന്നു. അങ്ങനെ ഓരോരുത്തർ തൻ്റെ പൗരോഹിത്യ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴും ക്രിസ്തു ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം അതിൽ നണുവിട മാഞ്ഞു പോകാതെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7 അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇതാ യേശു ഭക്ഷണത്തിനായി ഒരു ഫരിസേൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് അവിടുത്തെ പാദത്തിങ്കിലിരുന്ന് കരഞ്ഞുകൊണ്ട് പാദങ്ങൾ തൈലം കൊണ്ട് പൂശി തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. എത്രയും ബഹുമാന്യമായ ഒരു ജോലി അവൾ നിർവഹിക്കുന്നു. അവിടുത്തെ മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണെന്ന് അവിടുന്ന് പറയുമ്പോൾ പോലും യേശു ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ഓരോ വൈദികരെയും സമർപ്പിതരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് നിർബാധം നിർവഹിച്ചുകൊണ്ട് കടന്നു പോകേണ്ടതാണത്. ഓരോ ശുശ്രൂഷ നിർവഹണത്തിലും ക്രിസ്തുവിനോടുകൂടി ചേർന്ന് തന്നെയാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം നമുക്ക് വേണ്ടി വിശുദ്ധ മാമോദീസ, കുർബാന, കുമ്പസാരം, സ്ഥൈര്യലേപനം, രോഗിലേപനം, വിവാഹമെന്ന കൂദാശ ഇതെല്ലാം നിർവഹിച്ചു തന്ന ആ വൈദികരെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരിന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും അവർക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യമഹത്വത്തിൽ അവർ പങ്കുചേരുന്നതിനായി ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.